നമസ്കാരം. അസർബൈജാൻ വിമാനം തകർന്നു വീണത് റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ തന്നെയാണെന്ന് ആവർത്തിക്കുകയാണ് അസർബൈജാൻ സർക്കാർ. ചെൻചൻ തലസ്ഥാനമായ ഗ്രോസ്നിയിൽ വെച്ചാണ് 8432 എന്ന വിമാനത്തിന് നേരെ റഷ്യയുടെ സർഫസ് ടു എയർ മിസൈൽ ആക്രമണം ഉണ്ടായതെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ചില വൃത്തങ്ങൾ പറയുന്നു. നിരവധി തവണ അപേക്ഷിച്ചിട്ടും റഷ്യൻ വിമാനത്താവളങ്ങളിൽ അടിയന്തര ലാൻഡിംഗ് നടത്താൻ അനുമതി നൽകിയില്ലെന്നും അവർ ആരോപിക്കുന്നു. തുടർന്നാണ് കസാഖിസ്ഥാനിലേക്ക് വിമാനം പറന്നത്. ചെൻചിനിയയിലെ നൗസ്കി ജില്ലയിലുള്ള പാൻസിർ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ നിന്നുള്ള മിസൈലാണ് വിമാനത്തെ ആക്രമിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആ സമയം ജാമറുകൾ വിമാനത്തിലെ ആശയവിനിമയ സംവിധാനത്തെ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തു. അടിയന്തര ലാൻഡിംഗ് നടത്തുന്നതിന് തൊട്ടു മുൻപ് വിമാനം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് തിരുപ്പിറവി ദിനത്തിൽ നടന്ന അപകടത്തിൽ 38 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. സത്യത്തിൽ റഷ്യയും അസർബൈജാനും തമ്മിൽ നല്ല ബന്ധമാണുള്ളത്. റഷ്യയുടെ പ്രധാന വാണിജ്യ പങ്കാളികളിലൊന്നായ അസർബൈജാൻ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്നും ഇറാനിലേക്കുള്ള ഒരു പ്രധാന മാർഗം കൂടിയാണ്. കസാഖിസ്ഥാൻ ഈ അപകടത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അസർബൈജാനുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും എന്നാൽ റഷ്യയുമായി സഹകരണം ഉണ്ടാകില്ലെന്നും കസാഖിസ്ഥാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അസർബൈജാനും ഈ അപകടത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ചെബ്നിയൻ തലസ്ഥാനമായ ഗ്രോസ്നിയയിലേക്ക് 67 യാത്രക്കാരുമായി പോയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. പുടിന്റെ അടുത്ത അനുയായ റംസാൻ കാഡിറോവിന്റെ നിയന്ത്രണത്തിലുള്ള റഷ്യയുടെ ഒരു ഭാഗമാണ് ചെൻചിയ. കഴിഞ്ഞ ആഴ്ചകളിൽ ഇവിടെ യുക്രൈൻ ആക്രമണം ഉണ്ടായിരുന്നു. കാഡിറോവിന്റെ സൈന്യത്തിന് മേലാണ് ഇപ്പോൾ സംശയത്തിന്റെ കരുനിഴൽ പതിച്ചിരിക്കുന്നത്. വിമാനം ചെപ്നിയൻ ആകാശത്ത് പറക്കുന്ന സമയത്ത് യുക്രൈൻ ഡ്രോണുകൾ അവിടെ ആക്രമിക്കുകയായിരുന്നുവെന്നൊരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ആക്രമണത്തിനിരയായ വിമാനത്തിന് റഷ്യൻ വിമാനത്താവളങ്ങളിൽ അടിയന്തര ലാൻഡിംഗ് നടത്താൻ അനുമതി നിഷേധിച്ചു. പിന്നീട് കാസ്പിയൻ കടലിന് കുറുകെ കസാഖിസ്ഥാനിലേക്ക് പറക്കുകയായിരുന്നു വിമാനം. കനത്ത മൂടൽമഞ്ഞ് കാരണമാണ് ചെപ്നിയയിലെ ഗ്രോസ്നി വിമാനത്താവളത്തിൽ ഇറങ്ങാൻ അനുമതി നിഷേധിച്ചത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം. യാത്രക്കാരിൽ അധികവും അസർബൈജാൻ സ്വദേശികളായിരുന്നു. 16 റഷ്യക്കാരും വിമാനത്തിലുണ്ടായിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. മറ്റു ചിലർ കസാഖിസ്ഥാൻ സ്വദേശികളും കിർഗിസ്ഥാൻ സ്വദേശികളുമാണ്. അതേസമയം വിമാനം താഴെ വീഴുന്നതിന് മുൻപായി തന്റെ ഭാര്യയ്ക്ക് ഹൃദയഭേദകമായ സന്ദേശം വീഡിയോയിൽ ചിത്രീകരിച്ച ഭർത്താവ് അത്ഭുതകരമായി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. വിമാനം തകർന്നു വീണയിടത്തു നിന്ന് മുഖം മുഴുവൻ രക്തം പുരണ്ട് ഓടി നടക്കുന്ന സുബ്ഗോൺ റാഖിമോവ് എന്ന വ്യക്തിയുടെ ദൃശ്യങ്ങളായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നത്. അപകടത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തിയ ഫ്ലൈറ്റ് അറ്റൻഡന്റിനെ ഇയാൾ വാനോളം പുകഴ്ത്തുന്നുമുണ്ട്. വിമാനം കുത്തനെ താഴേക്ക് പതിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ആ നിമിഷം തന്നെ റാഖിമോവ് തന്റെ ഭാര്യയ്ക്ക് ഒരു സന്ദേശം വീഡിയോയിൽ പകർത്തി. വിമാനം പലപ്പോഴായി താഴെ ഇറങ്ങാൻ ശ്രമിച്ചുവെന്നും തുടർന്ന് വിമാനത്തിലെ യാത്രക്കാർ ഒരു വലിയ സ്ഫോടനം കേട്ടുവെന്നും അതിൽ പറയുന്നു. വിമാനം തകരുന്നതിന് മുൻപുള്ള ഇയാളുടെ വീഡിയോയിൽ ഓക്സിജൻ മാസ്കുകൾ തൂങ്ങിക്കിടക്കുന്നതും യാത്രക്കാർ കരയുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെയുണ്ട്. ഏറെ വൈകാതെ പശ്ചിമ കസാഖിസ്ഥാനിലെ അക്ടാവുവിൽ വിമാനം പൊട്ടിത്തകരുകയായിരുന്നു. റഷ്യയുടെ ഒരു സർഫസ് ടു എയർ മിസൈലാണ് വിമാനത്തെ തകർത്തതെന്ന് അസർബൈജാൻ സർക്കാർ ആരോപിക്കുന്നതിനിടയിലാണ് റാഖിമോവിന്റെ അത്ഭുതകരമായ രക്ഷപ്പെടൽ ലോകം അറിയുന്നതും. ഒരു പ്രാഥമിക അന്വേഷണ ഫലത്തെ അടിസ്ഥാനമാക്കിയാണ് യൂറോന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം വിഷയത്തിൽ റഷ്യ നേരിട്ട് പ്രതികരിക്കാതെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ കാത്തു നിൽക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഇത് മനഃപൂർവ്വമാണ് ചെയ്തതെന്ന് പറയുന്നില്ല എന്നാണ് അസർബൈജാൻ അന്വേഷണ സംഘത്തിലെ ഒരാൾ റോയിട്ടേഴ്സിനോട് പറയുന്നത്. തെറ്റുപറ്റിയതാണെങ്കിൽ അത് റഷ്യ സമ്മതിക്കുമെന്നാണ് കരുതുന്നതെന്നും ഇയാൾ പറഞ്ഞു.